ഓസ്ട്രേലിയൻ നഗരമായ മെൽബൺ നഗരത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിന്ന് തിരുപ്പിറവി രംഗം നീക്കം ചെയ്ത തീരുമാനത്തിന് മാറ്റം വരുത്തി ഭരണകൂടം. ഇതോടെ 7 വർഷത്തിനു ശേഷം നഗരത്തിൽ തിരുപ്പിറവി രംഗം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനികളല്ലാത്തവരെ ഒഴിവാക്കിയതായി തോന്നിയേക്കാമെന്ന വാദം ഉന്നയിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് സിറ്റി കൗൺസിൽ തിരുപ്പിറവി രംഗം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനം തിരുത്തിക്കൊണ്ടുള്ള പുതിയ നടപടി വിശ്വാസി സമൂഹവും സഭാ നേതൃത്വങ്ങളും ഒരുപോലെ സ്വാഗതം ചെയ്തു. ഡെപ്യൂട്ടി ലോർഡ് മേയറായ റോഷനെ കമ്പൈലിന്റെ ശക്തമായ ഇടപെടലാണ് ഈ മാറ്റത്തിന് പിന്നിൽ. മെൽബണിലെ ക്രിസ്തുമസ് പാരമ്പര്യത്തെ പുനർജീവിപ്പിക്കുന്നതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം പൊതുജനങ്ങൾക്ക് പകർന്നു നൽകാൻ ഈ നീക്കം സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബർ 7-ന് ഫെഡറേഷൻ സ്ക്വയറിൽ തിരുപ്പിറവി രംഗം അനാച്ഛാദനം ചെയ്തു. ഉണ്ണി യേശു, പരിശുദ്ധ മറിയം, യൗസേപിതാവ്, 3 ജ്ഞാനികൾ, മൃഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള തിരുപ്പിറവി രംഗമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തെ മെൽബണിലെ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് പീറ്റർ കൊമാൻസോളിയും സ്വാഗതം ചെയ്തു. തിരുപ്പിറവി രംഗം പ്രത്യാശ, സന്തോഷം, സമാധാനം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഇന്ന് ലോകത്തിന് അത്യന്താപേക്ഷിതമായതും ഈ സന്ദേശമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ അലങ്കാരങ്ങളും സിറ്റി സ്ക്വയറിലെ കരോൾ ഗാനവും ഉൾപ്പെടുന്ന വലിയ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള തിരുപ്പിറവി രംഗവും ഇനി മെൽബണിലെ പൊതുയിടങ്ങളിൽ ശ്രദ്ധ നേടും.